നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവ് വിഷയങ്ങൾ വിട്ട് മറ്റൊരു അനുസ്മരണത്തിലേക്കാണ് നീങ്ങുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വിടവാങ്ങുമ്പോൾ ലോകത്താകമാനമുള്ള വിശ്വാസികൾ, ലോകത്താകമാനമുള്ള ജനങ്ങൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ മാനവികനായ പോപ്പിനെ പലതരത്തിലും വിപ്ലവകരമായ തീരുമാനങ്ങൾ സഭയിൽ നടപ്പാക്കിയ, സ്ത്രീകളുടെ കാൽ കഴുകിയ, കുറ്റവാളികളുടെ കാൽ കഴുകിയ പോപ്പ്, സിനഡിലേക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്തിയ, എപ്പോഴും അദ്ദേഹം മാനവികമായ ഒരു പക്ഷം നിന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം കഴിഞ്ഞ് വീണ്ടും മടങ്ങി വരുമ്പോൾ പോലും ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ലോകത്തോട് അഭ്യർത്ഥിച്ച പോപ്പാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തെ പ്രേക്ഷകർക്കും അനുസ്മരിക്കാം. ശ്രീ ദിവാകരനാണ് ആദ്യ പ്രേക്ഷകനായി ചേരുന്നത്. ശ്രീ ദിവാകരൻ, പോപ്പ് വിടവാങ്ങിയിരിക്കുന്നു. ലോകത്തിന് തന്നെ മാനവികമായ ഒട്ടേറെ സന്ദേശങ്ങൾ നൽകിയ, സഭയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തെ പോലും മാറ്റിയെഴുതിയ വിപ്ലവകാരി എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു പോപ്പാണ് വിടവാങ്ങിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വിടവാങ്ങലിനെ അനുസ്മരിക്കുന്നത്? അദ്ദേഹം അടുത്ത ജന്മത്തിലും പോപ്പായി തന്നെ വരട്ടെ. നല്ലൊരു മനുഷ്യനാണ്, എല്ലാം കൊണ്ടും പൂർണ്ണതയുള്ളൊരു മനുഷ്യനാണ്. അത്രയേ ഉള്ളൂ സാറേ. ശരി, അടുത്ത ജന്മത്തിലും അദ്ദേഹം പോപ്പായി വരട്ടെ, ഇതുപോലെയുള്ള പോപ്പുമാർ ലോകത്ത് വരട്ടെ എന്ന് അദ്ദേഹം ആശംസിക്കുകയാണ്. നമുക്ക് മറ്റ് പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്നും. ശ്രീ മുഹമ്മദ്, ഏറ്റവും അവസാനം അദ്ദേഹം രോഗശയ്യയിൽ നിന്ന് അത്ഭുതകരമായി മടങ്ങി ജീവിതത്തിലേക്ക് വരുമ്പോഴും അദ്ദേഹം ലോകത്തോട് പറഞ്ഞത് ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കണം, അവിടെ ആളുകൾ പിടഞ്ഞു മരിക്കുന്ന അവസ്ഥ, അവിടുത്തെ കുട്ടികളുടെയും സ്ത്രീകളുടെയും ദുഃഖത്തെക്കുറിച്ചാണ് അദ്ദേഹം ലോകത്തോട് പറഞ്ഞത്. നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാനാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. അങ്ങനെ ഒരു പോപ്പാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് പറയാം. നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഈ പാപ്പ ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു. അവര് കമ്മ്യൂണിസ്റ്റ് സ്നേഹിയും. അതുകൂടി പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിലും ചെയ്തികളിലും അയാളെ വാക്കിലും എല്ലാം അയാൾ നല്ലവനായ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനായിരുന്നു. അദ്ദേഹം ആ വാക്ക് പറഞ്ഞല്ലോ, ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് മരിച്ചതിന്റെ മുമ്പ്, അത് അതിൽപ്പെട്ട ഒരു വാക്കാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഐശ്വര്യങ്ങളും തമ്പുരാൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. ശരി, നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ ശ്രീ മുഹമ്മദാണ് അദ്ദേഹത്തെ അനുസ്മരിച്ചത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി ഇപ്പോൾ സന്തോഷാണ്. ശ്രീ സന്തോഷ്, പലതരത്തിലും മുൻകാല പാപ്പമാരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. ലോകത്തിന് മുന്നിൽ മാനവികതയുടെ മഹത്തായ സന്ദേശങ്ങൾ നൽകിയ, വിപ്ലവകരമായ തീരുമാനങ്ങളെടുത്ത, സ്ത്രീകളെയൊക്കെ സിനഡിൽ ഉൾപ്പെടുത്തുക എന്നത് ഒരു കാലത്ത് കത്തോലിക്ക സഭയ്ക്ക് ആലോചിക്കാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല. അവിടെ അങ്ങനെ അത്തരം വിപ്ലവകരമായ തീരുമാനങ്ങൾ കാലത്തിനൊത്തെടുത്ത ഒരു വിപ്ലവകാരി കൂടിയാണ് ഇന്ന് വിടവാങ്ങിയത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഏറ്റവും നല്ല ഒരു മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിന് എൻ്റെ കണ്ണീർ പൂക്കൾ. ശരി, സന്തോഷമാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും മാർപ്പാപ്പയെ അനുസ്മരിച്ചത്. മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ മാനവികനായ പാപ്പയെ, ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? ഹലോ, നമസ്കാരം സാറേ. നമസ്കാരം. നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം മരിച്ചെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോഴും. ശരി, നമുക്ക് വലിയൊരു വിടവാങ്ങലായിരുന്നു അത്. ശരി, താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ശ്രീ മഹിയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾ എങ്ങനെയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ, ലോകത്താകമാനം എല്ലാ രാജ്യങ്ങളിലും, അത് സോഷ്യലിസ്റ്റ് രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ മുതലാളിത്ത രാജ്യങ്ങളിലും എല്ലാ അതിർവരമ്പുകളെയും അപ്പുറം മാനവികമായ ഒരു ബോധത്തെ മുൻനിർത്തി അത്തരം വിപ്ലവകരമായ പല തീരുമാനങ്ങളും പ്രഖ്യാപിച്ച ഒരു മാർപ്പാപ്പ കൂടിയാണ്. സ്വർഗാനുരാഗികളെയൊക്കെ ചേർത്തു നിർത്തിയ ഒരു മാർപ്പാപ്പ കൂടിയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? നല്ലൊരു മനുഷ്യൻ, പിന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്തകളുള്ള ഒരു മനുഷ്യൻ, കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനി ഒന്നാണെന്ന് ചിന്തിച്ച ഒരു മനുഷ്യൻ. അത്രയും പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. വർഗീസാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ വർഗീസ്, ഫ്രാൻസിസ് മാർപ്പാപ്പ
വിടവാങ്ങുമ്പോൾ ലോകത്താകമാനമുള്ള അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരുടെ മനസ്സിൽ വിങ്ങലാണത്. അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? സത്യമാണ്. കാരണം നമ്മൾ ലോകത്ത് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടുന്ന ഈ സമയത്ത് അതിനുവേണ്ടി ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു മാർപ്പാപ്പയാണ് നമ്മൾ കണ്ടത്. ജാതിയുടെയോ അല്ലെങ്കിൽ മറ്റു വ്യവസ്ഥിതിയോ ഒന്നും നോക്കാതെ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി, പ്രത്യേകിച്ച് നമുക്കറിയാലോ ഈ സ്വർഗാനുരായികളെ നമ്മൾ എതിർക്കുന്ന ആണ് ഈ സമൂഹം മുഴുവൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ പോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ് അവരും. അപ്പൊ അങ്ങനെ കരുതി അവരെ സ്നേഹിച്ച് അവരെ സഭയുടെയും സമൂഹത്തിന്റെ മുന്നിലേക്ക് വരാൻ വേണ്ടി അവർക്ക് വേണ്ടി സംസാരിച്ച ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മാർപ്പാപ്പയ്ക്ക്. ഈ ലോകത്തിന് തന്നെ വളരെ വിഷമിക്കുന്ന ഒരു സംഭവമാണ് പാപ്പയുടെ ഒരു. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ രാമേന്ദ്രനാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ രാമേന്ദ്രൻ, ഒട്ടേറെ വിപ്ലവകരമായ തീരുമാനങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു പാപ്പയാണ് വിടവാങ്ങുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? നമസ്കാരം. സന്തോഷ സ്നേഹാണ് എപ്പോഴും പാപ്പനെ കുറിച്ച് പറയാൻ. ഒരു മഹാ മനുഷ്യായസ്, ജനങ്ങളുടെ ഹൃദയങ്ങൾ കീഴടക്കി. എന്താ പറയാ, അത്രയ്ക്കും സ്നേഹം, മനുഷ്യന് സ്നേഹം പ്രകടിപ്പിക്കാനാണ്, അത് പറയാനാണെന്ന് മനസ്സിലാക്കി തന്ന മാർപ്പാപ്പ. ഒരു കോടി പ്രണാമം, അത്രേ ഉള്ളൂ പറയാനുള്ളത്. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, യാഥാസ്ഥികനാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുമ്പോഴും പുരോഗമനപരമായ ആശയങ്ങൾ ലോകത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞ, അല്ലെങ്കിൽ അത്തരം സഭയുടെ യാഥാസ്ഥിക രീതികളൊക്കെ പലതിനെയും അട്ടിമറിച്ച ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു പാപ്പ. പാപ്പയുടെ വിടവാങ്ങലിനെ താങ്കൾ എങ്ങനെയാണ് ഓർക്കുന്നത്? ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് പാപ്പയെ അനുസ്മരിക്കാം. ഒരു നല്ലൊരു മനുഷ്യസ്നേഹിയായ ഒരു മാർപ്പാപ്പ. അയാള് ആത്മാവിനെ നിത്യശാന്തി ആയിരുന്നു. നമുക്ക് പറയാൻ പറ്റുക നല്ലൊരു മനുഷ്യരായിരുന്നു. എന്ത് ചെയ്യാൻ പറ്റും, പാശ്ചാത്യകൾ. ശരി, നമുക്ക് യൂട്യൂബിലും ചിലർ അനുസ്മരണങ്ങൾ അറിയിക്കുന്നുണ്ട്. സുനിമോൾ പറയുന്നു, അദ്ദേഹത്തിന് ആദ്യമായി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹം സ്വന്തം നിലപാടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് എല്ലാവരും കാരുണ്യവും സ്നേഹവും അനുകമ്പയും ഉണ്ടായിരുന്നു, വിശ്വസിക്കാൻ വയ്യ എന്ന് പറയുന്നു. കാലത്തിന് മുമ്പേ നടന്ന മഹാ ഇടയന് ആദരാഞ്ജലികൾ എന്നാണ് അജിത്ത് പറയുന്നത്. അതെ, കാലത്തിന് മുമ്പേ നടന്ന ഒരു മഹാ ഇടയനായിരുന്നു. സഭയെ പുതിയ കാലത്തിലേക്ക് നയിച്ച ഒരു മഹാ ഇടയനാണ് നമുക്ക് വിടവാങ്ങിയിരിക്കുന്നത്. അടുത്ത മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ലിസി മാത്യു ആണ് കോട്ടയത്തു നിന്നും. ലിസി മാത്യു, എങ്ങനെയാണ് വിശ്വാസികളുടെ മാത്രമല്ല ലോകത്തെ എല്ലാ മനുഷ്യരുടെയും സ്നേഹം പിടിച്ചു പറ്റിയ ഒരു പാപ്പയാണ് വിടവാങ്ങിയത്? എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത്? ഒരു മനുഷ്യദ്രോഹി കാസർഗോഡ് നിന്ന് യാത്ര തുടങ്ങിയപ്പോൾ അത് ശിവജി പേര് മാറ്റി വിളിക്കുന്നതാണെന്ന് തോന്നുന്നു. വളരെ മോശപ്പെട്ട അവസ്ഥയാണ് ശ്രീ ശിവജി. താങ്കളൊക്കെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇത്തരം മോശപ്പെട്ട രീതിയിൽ എങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്ന് എനിക്ക് തന്നെ അത്ഭുതം തോന്നുകയാണ്. സാധാരണ മനുഷ്യർക്ക് കഴിയുന്ന രീതിയിലല്ല. ജോയിയാണ് കോഴിക്കോട് നിന്നും. ശ്രീ ജോയി, താങ്കൾ എങ്ങനെയാണ് പാപ്പയെ അനുസ്മരിക്കുന്നത്? ജോയിയുടെ ടെലിഫോണിൽ ചില തടസ്സങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും പാപ്പയെ ഇന്ന് അനുസ്മരിക്കുക. ലോകമാകമാനം വിപ്ലവകരമായ ഒട്ടേറെ തീരുമാനങ്ങൾ വരുത്തിയ, സിനഡിലേക്ക് സ്ത്രീകളെ ഉൾപ്പെടുത്തിയ, എല്ലാ കാലത്തും സ്ത്രീകളെ പൗരോഹിത്യത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ഒരു സഭയിൽ വിപ്ലവകരമായ തീരുമാനത്തിലൂടെ യാഥാസ്ഥികത ഉറച്ചു പിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്ന മത പൗരോഹിത്യത്തിന് മേലെ വിപ്ലവകരമായ തീരുമാനങ്ങൾ നടപ്പാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എല്ലാ കാലത്തും സ്വവർഗാനുരാഗത്തെ കുറ്റമായി പാപമായി കണ്ടിരുന്ന ഒരു സഭയോട് സ്വവർഗാനുരാഗികളും ട്രാൻസ്ജെൻഡേഴ്സും ഒക്കെ ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു പാപ്പയാണ്. പെസഹ വ്യാഴത്തിന് പുരുഷന്മാരുടെ മാത്രമാണ് കാൽ കഴുകിയിരുന്നതെങ്കിൽ ആദ്യമായി കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി സ്ത്രീകളുടെ കാൽ കഴുകി ആ കാലിൽ ചുംബിച്ച പാപ്പയാണ്. കുറ്റവാളികളുടെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന കുറ്റവാളികളുടെ കാൽ കഴുകി ആ കാലിൽ ചുംബിച്ച പാപ്പയാണ്. കുറ്റത്തെയാണ് വെറുക്കേണ്ടത്, കുറ്റവാളികളെ അല്ല വെറുക്കേണ്ടതെന്ന യേശുവിൻ്റെ വചനം ജീവിതത്തിൽ നടപ്പാക്കി കാണിച്ച ഒരു പാപ്പയാണ് വിടവാങ്ങുന്നത്. അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം, അദ്ദേഹത്തെ നമുക്ക് അനുസ്മരിക്കാം.
കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? നമസ്തേ സാർ. നമസ്തേ. ആദ്യം അദ്ദേഹത്തിന് മുന്നിൽ കോടി പ്രണാമം അർപ്പിക്കുന്നു. സാർ, അദ്ദേഹത്തിന്റെ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒരു മാർപ്പാപ്പയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഈ സഭയിലെ തന്നെ ഒത്തിരി കേസുകൾ വന്നിട്ടുണ്ടായിരുന്നു. 2 ലക്ഷത്തിന് മേളിൽ ഈ വൈദികന്മാരുടെ തെറ്റുകൾ, അത് പരിഹരിക്കാൻ പറ്റാത്തതിൽ അദ്ദേഹത്തിന് ഒത്തിരി ദുഃഖം ഉണ്ടായിട്ടുണ്ടെന്നാണ് എന്നെപ്പോലുള്ളവർ മനസ്സിലാക്കുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, ലോകത്ത് പലപ്പോഴും യുദ്ധങ്ങളൊക്കെ ഉണ്ടായ സമയത്തൊക്കെ, ശീതയുദ്ധത്തിൻ്റെ കാലത്തൊക്കെ ഒരു പക്ഷം പിടിച്ച ചരിത്രമുള്ള ഒരു സഭയുടെ അധിപനാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനം വന്ന അദ്ദേഹം രോഗശയ്യയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഗസയിലെ നിരപരാധികളായ സ്ത്രീകൾ, അവരുടെ കുട്ടികൾ, അവരുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കണം, അവരുടെ ജീവൻ പ്രധാനമാണ്, അവിടെ യുദ്ധം അവസാനിപ്പിക്കണം, ലോകത്ത് യുദ്ധങ്ങളൊക്കെ അവസാനിപ്പിക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഒരു പാപ്പയാണ് ഇന്നിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? വളരെ ദുഃഖത്തോടുകൂടി പറയുകയാണ്, എല്ലാ മനുഷ്യരുടെയും സ്നേഹം പിടിച്ചു വെച്ച് ജീവിക്കുക എന്നത് എല്ലാവർക്കും സാധ്യമായ കാര്യമാണ്. അത് ചില അപൂർവം ചില ആളുകൾക്ക് വരുന്ന സിദ്ധിയാണ്. ആ ഒരു സിദ്ധി ലഭിച്ച മഹാനുഭാവനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. യുദ്ധക്കൊര്യന്മാരായ കാട്ടാളന്മാരോട് മാനുഷത പറഞ്ഞ മാർപ്പാപ്പ, മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ മാതൃകകൾ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച മാർപ്പാപ്പ. അദ്ദേഹത്തെ കുറിച്ച് സാദിഖലി തങ്ങൾ പറഞ്ഞത് നമ്മളൊക്കെ കേട്ടിട്ടില്ല. വളരെ നേരം അദ്ദേഹത്തെ കുറിച്ച് സവിസ്തരം വിവരിച്ചിട്ടുണ്ട്. മനുഷ്യ സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ അളവില്ലാത്ത ആ വല്ലാത്ത മനസ്സിന്റെ ഉടമ, അതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ശ്രീ റഷീദ് കൊയിലാണ്ടിയിൽ നിന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകം തന്നെയാണ്. എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റുക എന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. അങ്ങനെ എല്ലാവരുടെയും സ്നേഹം, വിശ്വാസികളുടെ മാത്രമല്ല എല്ലാ മനുഷ്യരുടെയും സ്നേഹം പിടിച്ചു പറ്റാൻ കഴിഞ്ഞ, മാനവികത ഉയർത്തിപ്പിടിച്ച ഒരു വിപ്ലവകാരി കൂടിയായിരുന്നു വിടവാങ്ങിയത്. ഫാദർ സാമുവലാണ് നമുക്കൊപ്പം ചേരുന്നത്. ഫാദർ, എങ്ങനെയാണ് താങ്കൾ ഈ മഹാ ഇടയന്റെ ഈ വേർപാടിനെ കാണുന്നത്? ഗുഡ് ഈവനിങ്, പറഞ്ഞു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഞാൻ ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിനും നൽകിയ മാതൃകത്തിനും അദ്ദേഹത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഇടയനായ യേശുവിന്റെ മാതൃക പിൻപറ്റിയ ഒരു സഭാ നേതാവ്, സഭകൾക്ക് അതീതമായിട്ട് സമൂഹത്തെ സ്നേഹിച്ചവൻ, ജനങ്ങളെ സ്നേഹിച്ചവൻ, യുദ്ധം നിർത്തി സമാധാനം വേണമെന്ന് കാക്ഷിച്ചവൻ, അങ്ങനെ ഒരു നേതാവ്, അതൊരു സഭയുടെ അദ്ദേഹം, അതെല്ലാ സഭകളും നേതാക്കന്മാർക്കും മാതൃകയാണ്. ഇങ്ങനെ ആയിരിക്കണം ജനത്തെ സേവിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിനോട് ദൈവത്തെ സ്തുതിക്കുന്നു. വേർപാട് ദുഃഖർക്ക് എല്ലാവരോടുള്ള എന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ശരി, ഫാദർ സാമുവൽ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എല്ലാ കാലത്തും മാർപ്പാപ്പമാർക്ക്, ഇനി വരുന്ന പാപ്പയ്ക്കായാലും മാതൃകയാവേണ്ട ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നതുകൂടി പുരോഹിതനായ ശ്രീ ഫാദർ സാമുവൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടത് തങ്കച്ചനാണ് മുഹമ്മയിൽ നിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ മാനവികനായ വിപ്ലവകാരിയായ ഈ പാപ്പയെ ഓർക്കുന്നത്? കേൾക്കാം, പറഞ്ഞോളൂ. മാർപ്പാപ്പ ജോൺ പോൾ മാർപ്പാപ്പയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയാണ്. കാരണം ജോൺ പോൾ മാർപ്പാപ്പ രണ്ടാമനെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മാർപ്പാപ്പയും ഇതായിരുന്നു. ജോൺ മാർപ്പാപ്പയുടെ ദുഃഖത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നത്. ശരി, ശ്രീ തങ്കച്ചനാണ് നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ കൂടിയാണ് തങ്കച്ചൻ. അദ്ദേഹം കൂടി ദുഃഖം രേഖപ്പെടുത്തുകയാണ്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി, ഫിറോസാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ഫിറോസ്, ലോകത്തെ എപ്പോഴും സഭ പലപ്പോഴും യാഥാസ്ഥിക പക്ഷത്തൊക്കെ നിൽക്കുമ്പോഴും ആ യാഥാസ്ഥികത കാലത്തിനൊപ്പം മാറ്റേണ്ടതാണ്, താൻ സ്വയം യാഥാസ്ഥികനാണ് എന്നൊക്കെ പറയുമ്പോഴും പുരോഗമനപരമായ ഒട്ടേറെ നിലപാടുകൾ ലോകത്തോട് വിളിച്ചു പറയുകയും അതൊക്കെ സഭയിൽ നടപ്പാക്കുകയും ഒക്കെ ചെയ്ത ഒരു മാർപ്പാപ്പയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എപ്പോഴും ഓർമ്മ വരുന്നത്, എപ്പോഴും പുഞ്ചിരിക്ക് വലിയ പ്രാധാന്യം നൽകിയ ആളാണ്. എപ്പോഴും പുഞ്ചിരിക്കുക എന്നുള്ള മെസ്സേജ് അദ്ദേഹം നിരന്തരം നൽകിക്കൊണ്ടിരുന്നു.
അതുപോലെ തന്നെ യുദ്ധങ്ങൾക്കൊക്കെ എതിരെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്ന, ഇപ്പം ഈ അവസാനം തന്നെ ഗസയിൽ നടക്കുന്ന മനുഷ്യക്കുരുതിക്കൊക്കെ എതിരെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വിശുദ്ധനായ ഒരാൾ എന്നുള്ള രീതിയിൽ വലിയ ദുഃഖമുണ്ട്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. നമ്മുടെ യൂട്യൂബിൽ ലിസി പോൾ കേസ് പറയുന്നു, പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ സമർപ്പിക്കുന്നു എന്ന് പറയുന്നു. ലാലൻ എം പറയുന്നു, ശ്രേഷ്ഠ ഇടയന് ആദരാഞ്ജലികൾ എന്ന് പറയുന്നു. നമുക്ക് മറ്റ് പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ കാര്യം സാക്ഷാൽ യേശുദേവനോടുള്ള ചില എലിമെന്റ്സിനോട് താരതമ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പറയാം, ഒരു മിനിറ്റ് കൊണ്ട് പറയാം. അതായത് സാക്ഷാൽ യേശുദേവൻ കുരിശിൽ തറയ്ക്കപ്പെട്ടു, എന്നിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ അസുഖങ്ങളുടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ട് അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് കുറെ നാൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഇന്നാണ് മരിച്ചത്, അല്ല കാര്യം ചെയ്തത്. അപ്പോ അദ്ദേഹത്തിന്റെ സാക്ഷാൽ യേശു ഉയർത്തെഴുന്നേറ്റിന്റെ 3-ാമത്തെ ദിവസമാണ് ഇദ്ദേഹം കാര്യം ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആത്മാവ് യേശുവിന്റെ പാദങ്ങളിലെത്തും. ഈ ആത്മാവ് നമ്മുടെ ലോകത്ത് മുഴുവൻ ഉണ്ടാവും. ശരി, താങ്കൾ ജോൺ ആണ് കൊല്ലത്തു നിന്നും. ശ്രീ ജോൺ, എപ്പോഴും നേരത്തെ സാമുവൽ ഒരു ഫാദർ വിളിച്ചിട്ട് പറഞ്ഞത് അദ്ദേഹം ഇനി വരാൻ പോകുന്ന മാർപ്പാപ്പമാർക്ക് മാതൃകയാണ്. അത്തരം ജീവിതമാണ് അദ്ദേഹം ലോകത്തിന് നൽകിയത്, അത്തരം സന്ദേശമാണ് ലോകത്തിന് നൽകിയത്. താങ്കൾ എങ്ങനെയാണ് ഈ മഹായിടയനെ ഓർക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ആദ്യമായി ഞാൻ ബൈബിളിലെ ഒരു വചനമാണ് പറയാൻ പോകുന്നത്. അതായത് മനുഷ്യനെ ദൈവം തന്റെ രൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന ഒരു വാക്യം ബൈബിളിലുണ്ട്. ആ വചനത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ഒരു പ്രവർത്തനമായിരുന്നു ഈ മാർപ്പാപ്പയുടെ പ്രവൃത്തി. കാരണം പാർശ്വവൽക്കരിക്കപ്പെട്ട സകല മനുഷ്യരെയും ഒത്തുപിടിച്ച് അവരുടെ ദുഃഖത്തിൽ ഒരു ഭാഗമായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ സകല ആദരാഞ്ജലികളും അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. ശരി, ശ്രീ ജോൺ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. സമൂഹത്തിൻ്റെ അതിരുകൾക്ക് പുറത്തു നിന്ന മനുഷ്യരെ, ബഹിഷ്കൃതരായിരുന്ന മനുഷ്യരെയൊക്കെ ചേർത്ത് പിടിച്ച ട്രാൻസ്ജെൻഡേഴ്സിനെ, സ്വർഗാനുരാഗികളെയൊക്കെ സമൂഹത്തിൽ ചേർത്ത് പിടിച്ച് അവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ, എത്രയോ പതിറ്റാണ്ടുകളോ നൂറ്റാണ്ടുകളോ ആയി നിലനിന്ന യാഥാസ്ഥിതിക്ക് മേലെ അത്തരം ദൈവത്തിൻ്റെ വചനങ്ങളെ കൊണ്ടുവച്ച ഒരു പാപ്പയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഡേവിഡ് വിജയ് ആണ് പള്ളുരുത്തിയിൽ നിന്നും. ശ്രീ ഡേവിഡ് വിജയ്, താങ്കൾ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? അദ്ദേഹത്തിന്റെ പരിമിതമായ ആരോഗ്യസ്ഥിതി ഞാൻ കേട്ടിരിക്കുന്ന, അദ്ദേഹത്തിന് ആകെ ശ്വാസകോശം ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ, യുവാവായിരിക്കുമ്പോൾ 22-23 വയസ്സുള്ള സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന് ശ്വാസകോശ രോഗം വന്ന് ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം പ്രവർത്തനരഹിതമായത്. അതൊരു ദൈവ നിയോഗമാണ് അദ്ദേഹം മാർപ്പാപ്പയാക്കണം എന്നുള്ളത്. വളരെ വിപ്ലവകരമായിട്ടുള്ള വളരെ വലിയ പരിഷ്കാരങ്ങൾക്കൊക്കെ അദ്ദേഹം ഒരു ഇതാക്കി. എന്നുവെച്ചാൽ ജോൺ പോൾ മാർപ്പാപ്പയെ പോലുള്ള ഒരു നിസ്സാരരാണെന്നല്ല പറയുന്നത്. കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ അതിലും അതിശക്തമായിരുന്നു. ഇനിയും അവിടെ ഒരു കത്തോലിക്കൻ എന്ന നിലയ്ക്ക് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള തന്നെ കണ്ടില്ലേ, ഒരു ഏകീകൃത കുർബാന, മറ്റേ കുർബാന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് കൊടുക്കാവുന്ന ട്രബിളുകൾ മുഴുവൻ കൊടുത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ സഭയ്ക്ക് അകത്തു നിന്നുള്ള വെല്ലുവിളികൾ വേറെ, പുറത്തു നിന്നും ദുഃഖകരമായിട്ടുള്ള പല യുദ്ധം, അതുപോലുള്ള മനുഷ്യനാൽ തീർക്കുന്ന കെടുതികൾ വേറെ, മനുഷ്യരില്ലാതെ പ്രകൃതി നൽകുന്ന ദുരന്തങ്ങൾ വേറെ. ഇതിന്റെ എല്ലാം അതിജീവിച്ച് അദ്ദേഹം ഇത്രയും ജീവിച്ചിരുന്നതിൽ അദ്ദേഹത്തെ ആ പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രസാദപരമുള്ള ഒരു മാർപ്പാപ്പ എന്നുള്ളത് എനിക്ക് ഓർക്കാതിരിക്കാൻ ഒരു കത്തോലിക്കനായ എനിക്ക് വയ്യ. അത്രേ പറയാനുള്ളൂ. ശരി, ശ്രീ ഡേവിഡ് വിജയുടെ വാക്കുകൾ വളരെ ആത്മാർത്ഥത, ആ വാക്കുകൾ തന്നെ വളരെ വ്യക്തമാണ്. സൈനദാസനാണ് കോഴിക്കോട് നിന്നും. സൈനദാസനിലേക്ക് കടക്കും മുമ്പ്, സത്യത്തിൻ്റെയും നീതിയുടെയും നിറകുടമായിരുന്നു മാർപ്പാപ്പ. ആ വേർപാടിൽ ആദരാഞ്ജലികൾ പറയുന്നു സുനിൽകുമാറാണ്. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ദേവസി, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്. നമുക്ക് സൈനദാസനിലേക്ക്, താങ്കൾ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? സർ, വളരെ ദുഃഖമുണ്ട്. ലോകശാന്തിക്കും സമാധാനത്തിനും പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയായ ഒരു മാർപ്പാപ്പയായിരുന്നു. വളരെ ദുഃഖമുണ്ട്. അദ്ദേഹത്തിന് ആത്മശാന്തി നൽകട്ടെ. നമസ്കാരം സർ. ശരി, ലിസി ആന്റണിയാണ് എറണാകുളത്ത് നിന്നും. ലിസി ആന്റണി, ലിസി ആന്റണിയുടെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മുടെ
ഫ്രാൻസിസ് മാർപ്പാപ്പയെ നിരവധി പേരാണ് നമ്മുടെ യൂട്യൂബിലും അനുസ്മരിക്കുന്നത്. എല്ലാവരും വളരെ അദ്ദേഹത്തിൻ്റെ മഹാനായ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അറിയിക്കുന്നു ചിലർ. അതോടൊപ്പം തന്നെ മഹാനായ ഇടയന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. സത്യത്തിൻ്റെയും നീതിയുടെയും നിറകുടമായിരുന്നു മാർപ്പാപ്പ എന്നതും പറയുന്നു ചിലർ. സുരേന്ദ്രനാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, എങ്ങനെയാണ് താങ്കൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? സാറേ, പുള്ളിയുടെ നമ്മുടെ 266 മാർപ്പാപ്പയുടെ ഇതിൽ നമ്മുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതല്ല സാറേ വിശ്വാസം. പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എപ്പോഴും ദൈവത്തോടെ കൂട്ടാ സാറേ. കേട്ടില്ല, പറഞ്ഞോളൂ സുരേന്ദ്രൻ. നമ്മുടെ കേന്ദ്രമന്ത്രി ഒരു 2-3 മണിയായപ്പോ ഒരു ജോർജ് കുര്യൻ സാറ് ഒരു പ്രസ്താവന വിട്ടായിരുന്നല്ലോ. പുള്ളിക്ക് നാണമുണ്ടോ സാറേ നമ്മുടെ ഈ മാർപ്പാപ്പയുടെ ഇത് പിന്തുടരുവാണെങ്കിൽ? ശ്രീ സുരേന്ദ്രൻ, നമുക്ക് തൽക്കാലം നമ്മുടെ പൊതുവെ ഇത്തരം രാഷ്ട്രീയമൊക്കെ സജീവമായി ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ നമുക്ക് ഇന്ന് ദിവസം നമ്മൾ മാർപ്പാപ്പയെ അനുസ്മരിക്കുന്ന ഒരു ദിവസത്തിലേക്ക് നമുക്ക് അത്തരം ചർച്ചകളിൽ നിന്ന് തൽക്കാലം ഒഴിഞ്ഞു നിൽക്കാം. നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ അത്തരം ചർച്ചകളാവാം, അതിന് തടസ്സമൊന്നുമില്ല. ശ്രീ അബ്ദുൽ കരീമാണ്. ശ്രീ അബ്ദുൽ കരീം, താങ്കൾ എങ്ങനെയാണ് ഈ മാനവികനായ ഒരു പാപ്പയെ? ഞാൻ ഒരുപാട് കുട്ടികൾക്ക് എന്റെ കാട്ടിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. എന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് എല്ലാ പാഠപുസ്തകത്തിലും ഉണ്ട്. ഞാൻ ലോകത്തിൽ ബഹുമാനിക്കുന്ന കുറച്ച് വ്യക്തികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഞാനത് കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യനെ മാത്രം സ്നേഹിക്കാനല്ല മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്. മനുഷ്യനെ, ഭൂമിയെ, അതിലുള്ള ജീവജാലങ്ങളെ സ്നേഹിക്കുകയും അടുത്ത തലമുറക്ക് വേണ്ടി അത് നിലനിർത്തി കൊടുക്കുകയും ചെയ്യേണ്ട കടമ നമുക്കുണ്ടെന്ന് മാർപ്പാപ്പ പറഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട് മാർപ്പാപ്പനെ പറ്റി. എന്റെ ഇവിടെ വരുന്ന 10-15,000 കുട്ടികൾ വരും ഒരു കൊല്ലത്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ക്ലാസ്സിൽ എന്റെ കാടാണ്, കരീം ഫോറസ്റ്റ് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത്രയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു മാർപ്പാപ്പയാണ്. ഞാൻ വളരെയധികം ദുഃഖിക്കുന്നു. ശരി, അദ്ദേഹം പറഞ്ഞത് അബ്ദുൽ കരീം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടിയാണ്. ഈ മനുഷ്യരെ മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന പ്രകൃതിയെ കൂടി സ്നേഹിക്കണം. നാളത്തെ തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് ലോകത്തോട് പറഞ്ഞ ഒരു പാപ്പ കൂടിയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ശ്രീ വിജയകുമാറാണ്. ശ്രീ വിജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ പാപ്പയെ ഓർത്തെടുക്കുന്നത്? നമസ്തേ സാർ, ഞാൻ മാർപ്പാപ്പ എന്ന് പറയുന്ന ആ മഹത് വ്യക്തി ഈ ലോകത്തിന്റെ തന്നെ ഈശ്വരന്റെ പ്രതിനിധിയായി ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന മതത്തിന്റെ ഈശ്വരന്റെ പ്രതീകമായ മാർപ്പാപ്പയുടെ വിയോഗം ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ദുഃഖമായി ഞാൻ കണക്കാക്കുന്നു. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിലും ഈ ലോകത്തെ നയിക്കുന്ന ഈശ്വരന്റെ ആ ചൈതന്യത്തിലാണ് നമ്മുടെ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്. അതിൽ ഓരോ കാലഘട്ടങ്ങളിലും ഈശ്വരന്റെ പ്രതിനിധിയായി ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ മതത്തിനും ഓരോ പുരോഹിതന്മാരുണ്ടാവുന്നതാണ്. അതിൽ വിശേഷാൽ ഈ മാർപ്പാപ്പ എല്ലാ രാജ്യങ്ങളിലും സമാധാനം ഉണ്ടാകണമെന്നും മനുഷ്യത്വം ഉണ്ടാകണമെന്നും ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുകയും ഈ അടുത്ത ദിവസം ഈസ്റ്റർ സാക്ഷാൽ യേശു ക്രിസ്തുദേവൻ കുരിശിലേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് വന്ന ആ ദിനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് നമ്മുടെ ഇസ്രയേൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന്. അപ്പോൾ അത്രയും വലിയ ഒരു ആവശ്യം അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈശ്വരിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ ആ കൃത്യതയോടുകൂടി അത് പാലിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഇങ്ങനെയുള്ള മഹാന്മാർ അല്ലെങ്കിൽ മഹാരഥന്മാർ പുരോഹിതന്മാരായി വരുന്ന അപൂർവമാണ്. അപ്പോൾ ഈശ്വര തുല്യമായ താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പത്മകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ പത്മകുമാർ, ഒരു തരത്തിൽ പറഞ്ഞാൽ വിപ്ലവകാരിയായ ഒരു മനുഷ്യൻ കൂടിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുവരെ ഉണ്ടായിരുന്ന പല യാഥാസ്ഥിക മൂല്യങ്ങൾക്കു നേരെയും അതെല്ലാം തച്ചുടച്ച് പുതിയൊരു മാനവിക ബോധം മനുഷ്യന്റെ ഉള്ളിലേക്ക്, സഭയ്ക്കുള്ളിലേക്ക് എല്ലാം പ്രസരിപ്പിച്ച ഒരു പ്രകാശം കൂടിയാണ് ഇപ്പോൾ പൊലിഞ്ഞു പോയിരിക്കുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? തീർച്ചയായും ശരിയാണ് സാർ. ഞാൻ സംഘപരിവാറിൽപ്പെട്ട ആളാണെങ്കിലും ഇദ്ദേഹത്തെ പോലെ വിപ്ലവകാരിയായ ഒരു മാർപ്പാപ്പ സത്യത ബഹുമാനം തോന്നുന്നു. കാരണം ട്രാൻസ്ജെൻഡേഴ്സിനും പിന്നെ അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടായി എന്ന് തോന്നുന്നു. എന്തായാലും അത്രയും ലോകം വിപ്ലവകരമായ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളുടെ പേരിൽ കൂടിയാണ് എപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയെ ലോകം അടയാളപ്പെടുത്തുന്നത്.
ഒരു ഇറ്റലിയിൽ നിന്ന് അർജൻറ്റീനയിലേക്ക് കുടിയേറിയ ഒരു കുടുംബമാണ്, പലായനം ചെയ്യേണ്ടി വന്ന ഒരു കുടുംബമാണ് മുസോളിനിയുടെ കാലത്ത്. അപ്പോൾ അങ്ങനെ ഒരു മാർപ്പാപ്പയ്ക്ക്, അങ്ങനെ ഒരാൾ മാർപ്പാപ്പയായി വരുമ്പോൾ സ്വാഭാവികമായും പലായനത്തിൻ്റെ ദുഃഖം, മനുഷ്യരുടെ പലായനം ചെയ്തു വരുന്ന മനുഷ്യൻ്റെ ദുഃഖത്തെക്കുറിച്ച് നേരിട്ട് അറിയാവുന്ന ആൾ കൂടിയാണ്. അതൊക്കെ കൊണ്ടാവാം ഗാസയിലടക്കം അദ്ദേഹം അവിടെ യുദ്ധം അവസാനിപ്പിക്കണം, കുട്ടികളുടെയും അമ്മമാരുടെയും വിഷമം നിങ്ങൾ തിരിച്ചറിയണം എന്ന് ലോകത്തോട് പറഞ്ഞത്. പലസ്തീനിലും ഇസ്രയേലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർക്കൊപ്പമാണ് തൻ്റെ മനസ്സെന്നും പട്ടിണി കിടക്കുന്ന ഒരു ജനതയെ സഹായിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും ഈസ്റ്റർ ദിന സന്ദേശത്തിലടക്കം ആവശ്യപ്പെട്ട ഒരു പാപ്പ കൂടിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജനാർദ്ദനാണ് ചെന്നൈയിൽ നിന്നും. ശ്രീ ജനാർദ്ദനൻ, പറഞ്ഞോളൂ. സാർ, യഥാർത്ഥത്തിലുള്ള ക്രൈസ്തവ ജീവിതം എന്നുള്ളത് മാർപ്പാപ്പ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. കേരളത്തിലെ പുരോഹിതന്മാരെ ലജ്ജിക്കണമെന്ന് ഞാൻ പറയുകയാണ്. മാർത്തോമയും മറിയാമ്മയും യാക്കോബേലും പറഞ്ഞ് തമ്മിലടിയും കുത്തും വെട്ടും കൊണ്ട് കിടക്കുന്ന ഈ അച്ഛന്മാരെല്ലാം മാർപ്പാപ്പയുടെ ആ പരിശുദ്ധമായ ജീവിതം ഒന്ന് കാണട്ടെ. ഹമാസുകാരും യഹൂദന്മാരും ഒന്നാണെന്നും ദൈവമക്കളാണെന്നും ദിവസവും പറഞ്ഞുകൊണ്ടിരുന്ന മാർപ്പാപ്പയുടെ കാണുന്ന ഇവർക്ക് എങ്ങനെയാണ് സാർ മാർത്തോമയും മറിയമ്മയെന്നും പറഞ്ഞുകൊണ്ട് യാക്കോബെന്നും പറഞ്ഞുകൊണ്ട് ചണ്ട പോടുന്ന ഈ അച്ഛന്മാർക്കെല്ലാം? ജനാർദ്ദനൻ, നമുക്ക് തൽക്കാലം ഈ സമയത്ത് പറയേണ്ട ഒരു വിഷയമല്ല എന്നുള്ളത് കൊണ്ടാണ് നമുക്ക് തൽക്കാലം അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് ഒഴിവാക്കാം. അദ്ദേഹത്തെ നമ്മൾ ഒരു മരണസമയത്ത് അനുശോചനം അറിയിക്കേണ്ട സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ, അദ്ദേഹം ലോകത്തിന് നമുക്ക് പറയാൻ, എനിക്കും നിങ്ങൾക്കും ലോകത്തിനും പറയാൻ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന് കാണിച്ചു തന്നിട്ട് പറഞ്ഞിട്ടൊക്കെയാണ് അദ്ദേഹം പോയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. JR പിള്ളയാണ്, ചവറയിൽ നിന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയെ താങ്കൾ ഓർക്കുന്നത്? ലോകത്തിലെ എല്ലാ മനുഷ്യരും സമന്മാരാണെന്നുള്ള ഒരൊറ്റ വാക്ക് മതി അദ്ദേഹത്തിന്റെ ഐഡന്റിഫിക്കേഷൻ വെളിപ്പെടുത്താൻ. അതായത് അതായത് നമ്മുടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഏറ്റവും മഹത്തായ ഒരു പദവിയിലേക്ക് ഉയർന്നു വന്ന അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിതം അത് തന്നെ ലോകത്തിലെ എല്ലാ മതമേലധ്യക്ഷന്മാരും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് കർമ്മത്തോടുകൂടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യേണ്ട, എല്ലാ മതത്തിൽപ്പെട്ട ഉയർന്ന പദവിയിലിരിക്കുന്നവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ടും മാനവരാശിക്ക് ഇത്തരത്തിലുള്ള ആൾക്കാരെ വാർത്തെടുക്കുവാനുള്ള എല്ലാ സമുദായത്തിന്റെ നേതൃത്വത്തിലുള്ളവരും മുൻപന്തിയിൽ നിന്ന് അത് കാര്യപ്രസക്തമാക്കി മാറ്റണം എന്ന് മാത്രം ഈ തരുണത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് ആദരാഞ്ജലി. ശരി, ശ്രീ ഹരിയാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ ഹരി, പലപ്പോഴും വിപ്ലവകരമായ തീരുമാനങ്ങൾ പറയുകയും പ്രഖ്യാപിക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്ത ആൾ കൂടിയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഡയലോഗ് എന്ന പേരിൽ ലോകത്ത് കമ്മ്യൂണിസ്റ്റുകളോടും മാർക്സിസ്റ്റുകളോടും കത്തോലിക്കരോടും ഒക്കെ ഒരുമിച്ച് പുതിയൊരു ലോകക്രമത്തിന് വേണ്ടി നിങ്ങൾ സ്വപ്നം കാണൂ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക, ആ മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കൂ എന്നൊക്കെ പറഞ്ഞ ഒരു മാർപ്പാപ്പ കൂടിയാണ്. അദ്ദേഹത്തെ എങ്ങനെയാണ് താങ്കൾ ഓർക്കുന്നത്? അതെ, തികച്ചും ലളിതമായ ജീവിതം നയിച്ച വ്യക്തിയായിരുന്നു മാർപ്പാപ്പ. കേവലം വാക്കുകൾ മാത്രം ഒതുക്കാതെ പ്രവൃത്തിയിലേക്കും വ്യാപിപ്പിച്ച വ്യക്തി. അദ്ദേഹത്തിന്റെ വിയോഗം മാനവരാശിക്ക് എന്നും ഒരു നഷ്ടം തന്നെയാണ്. പ്രത്യേകിച്ച് ഫലസ്തീൻ, ഗസ തുടങ്ങിയ യുദ്ധങ്ങളുടെ അവസാനത്തിന് വേണ്ടി അദ്ദേഹം എന്നും ശ്രമിച്ചു പോന്നു. അദ്ദേഹം നമ്മുടെ വൈദികരുടെ എല്ലാം ആഡംബര ജീവിതവും അദ്ദേഹത്തിന്റെ ജീവിതവും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹം തികച്ചും ലളിതമായ ജീവിതം നയിക്കാൻ ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു. എല്ലാ സുഖ സൗകര്യങ്ങളും വ്യക്തമാണ്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ താങ്കൾ ഓർക്കുന്നത്? നമസ്കാരം. നമസ്കാരം. അനുശോചനം രേഖപ്പെടുത്തുന്നു ആദ്യമായിട്ട്. പിന്നെ ലോകത്തിന്റെ ഒരു പ്രവാചകൻ എന്നാണ് നേരത്തെ രാവിലെ ഒരാൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരു നേതാവ്, ഒരു പ്രഗത്ഭനായ പണ്ഡിതനും കൂടിയാണ് അദ്ദേഹം. പക്ഷെ എന്നെ സംബന്ധിച്ച് പറയാന്ന് വെച്ചാൽ ഈ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വത്തിക്കാനിൽ മാത്രമല്ല ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു ഒരു പണ്ഡിതൻ കൂടിയാണ്. അപ്പോ എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ള, ലോകത്തിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി എല്ലാ കണ്ണുകളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമ്മർദ്ദങ്ങളാണ്. ഞാനൊക്കെ പല പ്രാവശ്യം TV തുറന്ന് നോക്കാറുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ രോഗം ഭേദപ്പെട്ടോ ഇല്ലയോ എന്നുള്ള.
ഏതായാലും ശരി, ആ ഗാസക്കെതിരെ ഗാസയിലെ ഇപ്പോഴത്തെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി അവസാന വാക്കായി അദ്ദേഹം പറഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ അമേരിക്കയോ മറ്റേ യഹൂദ രാഷ്ട്രമായ ഇസ്രായേലും അത് ചെയ്തുകൊള്ളണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ശരി. എറണാകുളത്ത് നിന്നും ശ്രീമതി ആനി ജോസഫ് കൂടിയാണ് ചേരുന്നത്. ആനി ജോസഫ്, സ്ത്രീകളുടെ സിനഡിലേക്ക് ഉൾപ്പെടുത്തിയ ഒരു പാപ്പ, സ്ത്രീകളുടെ കാൽ കഴുതി ചുംബിക്കാൻ തയ്യാറായ ഒരു പാപ്പ, അങ്ങനെ വിപ്ലവകരമായ തീരുമാനങ്ങൾ സഭയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ അങ്ങനെ ഒരു പാപ്പയാണ് വിടവാങ്ങിയത്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ശ്രീമതി ആനി ജോസഫ്, താങ്കൾ ആ TV ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് മറുപടി പറഞ്ഞാൽ ഉപകാരമായിരുന്നു. കേൾക്കാമോ? ഹലോ, പറഞ്ഞോളൂ. ഞാൻ ആനി ജോസഫ്. പറഞ്ഞോ. ആ TV മ്യൂട്ട് ചെയ്യാത്തോണ്ടാണ് പറയാൻ കഴിയാതെ. ജോബാണ് ചേർത്തലയിൽ നിന്നും. ശ്രീ ജോബ്, താങ്കൾ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? നമ്മളുടെ നമ്മുടെ ഈ രാജ്യത്തെ കത്തോലിക്ക സഭയുടെ കാണപ്പെട്ട ദൈവമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. പക്ഷെ അതിൽ ഒരു രാഷ്ട്രീയമോ മറ്റോ ഒന്ന് കലർത്താൽ നമ്മുടെ ഈ കൃത്യസമൂഹത്തെ നല്ല രീതിയിൽ എല്ലാ എലിമത്തോടും കൂടി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ അതിൽ ഇപ്പൊ പെട്ടെന്ന് ഞാൻ വലിയ ദുഃഖമുണ്ട്. എന്നാലും നമ്മളെ ഈ മറ്റുള്ള രാഷ്ട്രീയ വ്യവന്യെ എല്ലാ തരത്തിലും നല്ലൊരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റിയ കഴിവുള്ള ഒരു മാർപ്പാപ്പയായിരുന്നു ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടത്. 266 മാർപ്പാപ്പയായിരുന്നു അല്ലേ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, വിപ്ലവകരമായ ഒട്ടേറെ പ്രഖ്യാപനങ്ങൾ നടപ്പാക്കുകയും അങ്ങനെയുള്ള തീരുമാനങ്ങൾ ലോകത്തോട് ഉറക്കെ പറയുകയും ഒക്കെ ചെയ്ത ഒരു പാപ്പയാണ് ഇന്നിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഈ ഈശ്വര വിശ്വാസമുള്ളവരും ഈശ്വര വിശ്വാസമില്ലാത്തവരെയും ഈ ലോകത്തിൽ ഒന്നാകെ മനുഷ്യനാകാൻ പഠിപ്പിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. മാനവികതയെ ഉയർത്തിപ്പിടിക്കാൻ ആഹ്വാനം ചെയ്ത ഒരു മഹാനാണ് അദ്ദേഹം. നമ്മള് ലോകത്ത് എല്ലാവരും ഏത് മതമായിക്കോട്ടെ മതമില്ലാത്തവനായിക്കോട്ടെ നമ്മൾ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കാണുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് ഇന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് എല്ലാ ആദരാഞ്ജലികളും അർപ്പിക്കുന്നതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞു തന്ന പല കാര്യങ്ങളുണ്ട്. അരികുവൽക്കരിക്കപ്പെട്ടവര്, ഉപേക്ഷിക്കപ്പെട്ടവര്, സ്നേഹിക്കപ്പെടേണ്ടവര്, നമ്മൾ മനസ്സിലാക്കേണ്ടവര്, നമ്മൾ ചേർത്ത് നിർത്തേണ്ടവര്, ഇങ്ങനെ കുറേ ആളുകൾ ഈ ലോകത്തുണ്ടെന്നും ഈശ്വര വിശ്വാസം മാത്രമല്ല ഈ ലോകമെന്നും അത് നമ്മൾ മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിക്കണം എന്നുള്ള മഹത് സന്ദേശത്തിൽ നമ്മൾ ഊർന്നി പ്രവർത്തിക്കുന്നതാണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കേണ്ട ആദരവ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ആനി ജോസഫാണ് ചേരുന്നത്. ആനി ജോസഫ്, എങ്ങനെയാണ് വിപ്ലവകരമായ തീരുമാനങ്ങളടക്കം നടപ്പാക്കിയ പാപ്പയെ താങ്കൾ ഓർക്കുന്നത്? വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു ഞാൻ. നമസ്കാരം സാറ്. നമസ്കാരം. പാപ്പയുടെ ജീവിതം വിശുദ്ധിയുടെ വഴിയിലൂടെയായിരുന്നു. മനുഷ്യരുടെ മനസ്സുകളിൽ സ്നേഹം വിതച്ച് കടന്നുപോയ മാർപ്പാപ്പ ശുദ്ധർക്കും വിധവകൾക്കും അശരണർക്കും സാന്ത്വനമായിരുന്നു. അദ്ദേഹത്തിന്റെ വചനങ്ങൾ സാന്ത്വനമായി ലോകം അവസാനിക്കോളം ഉണ്ടാവും. ദുഃഖത്തോടെ അനുശോചനം അറിയിക്കുകയാണ് ഞാനൊരു വൃദ്ധയാണ്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന മാർപ്പാപ്പയെ സ്നേഹത്തോടെ അനുസ്മരിക്കുന്നു ഞാനും എൻ്റെ കുടുംബവും. ശരി, എന്തായാലും നമുക്ക് ന്യൂസ് 18 പൊതുവേദിയിൽ പാപ്പയ്ക്ക് അനുസ്മരണം അറിയിക്കുന്ന പരിപാടി സാധാരണ പ്രമുഖരൊക്കെയാണ് ഇത്തരം വലിയ മരണങ്ങളിൽ അനുശോചനം അറിയിക്കുന്നത്. പക്ഷേ പ്രമുഖരെ പോലെ തന്നെ സാധാരണക്കാരായ മനുഷ്യർക്കും ഇത്തരം മരണങ്ങളിലൊക്കെ അനുശോചനം അറിയിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ കാണും. അവർക്കും തുറന്നു പറയണം എന്നുള്ള അവരുടെ മനസ്സിലും അങ്ങനെയൊക്കെ ഉണ്ടാവും. പ്രമുഖർ മാത്രമല്ല, ജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളും അങ്ങനെയൊക്കെ തുറന്നു പറയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് പൊതുവേദി മറ്റ് വിഷയങ്ങളൊക്കെ ഒഴിവാക്കി ഇന്ന് മാർപ്പാപ്പയ്ക്ക് ആദരവറിയിക്കാൻ വേണ്ടി പൊതുജനങ്ങൾക്കായി തുറന്നു വച്ചിരിക്കുന്നത്. നമുക്കൊരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഇത് തുടരാം. ഇന്ന് അല്പസമയത്തിന് മുമ്പ് വിട പറഞ്ഞ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കലാണ് ഇന്ന് നമ്മുടെ പൊതുവേദി. എഡ്വിനാണ് വയനാട് നിന്നും. ശ്രീ എഡ്വിൻ, താങ്കൾ എങ്ങനെയാണ് മഹാനായ
ആ മനുഷ്യസ്നേഹിയെ ഓർക്കുന്നത്? കരുണയുടെ പറുദീസയാണ് അങ്ങയുടെ ഹൃദയം. വളരെ ദുഃഖം, വളരെ രാജ്യത്തിനും ലോകരാജ്യങ്ങൾക്ക് മുഴുവൻ സമാധാനം ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു മാർപ്പാപ്പയാണ്. ഇനി ഇതേപോലത്തെ ഒരു മാർപ്പാപ്പ ഉണ്ടാവുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. രാജ്യത്തിന് ഏറ്റവും കൂടുതൽ നഷ്ടം, ലോകത്തിന് തന്നെ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുകയാണ്. വളരെ ദുഃഖവും ഞാൻ ശ്രീ സുരേഷാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ സുരേഷ്, താങ്കൾ എങ്ങനെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഓർക്കുന്നത്? ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, ഒട്ടേറെ വിപ്ലവകരമായ തീരുമാനങ്ങൾ നടപ്പാക്കിയ, പ്രഖ്യാപനങ്ങൾ നടത്തിയ ഈ സ്വർഗാനുരാഗികളെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒക്കെ അവരും ദൈവത്തിൻ്റെ മക്കളാണ്, ഒരിക്കലും പാപികളാണ് എന്ന് കരുതിയിരുന്ന ഒരു സമൂഹത്തോട്, അങ്ങനെ നൂറ്റാണ്ടുകളായി കരുതിയിരുന്ന ഒരു വിശ്വാസ സമൂഹത്തോട്, അല്ലെങ്കിൽ അവരും മനുഷ്യരാണ്, നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ്, അവരും ദൈവപുത്രന്മാരാണ്, ദൈവത്തിൻ്റെ മക്കളാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ഇന്നിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പ്രണാമം. മനു, അദ്ദേഹത്തിനോട് പറയാം, സുഖാണോ? പറഞ്ഞോളൂ ശ്രീ. അതായത് ലോകം കണ്ട മാർപ്പാപ്പന്മാരിൽ ഇന്ത്യയിൽ വരാത്ത ഒരു മഹാ പ്രവാചകനാണ് നമ്മളെ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ. വലിയ മനുഷ്യൻ പറ്റി പറഞ്ഞാൽ ആരുമല്ല, പക്ഷേ ജാതി മതം ഇല്ലാതെ ഇന്ത്യയെ ഒട്ടാകെ സ്നേഹിക്കുന്ന എല്ലാ ജനങ്ങളെയും, പശുക്കളായാലും ഇനി പട്ടുക്കുട്ടിയായാലും എന്താ പറയുക, എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യനെ ഒരേ സ്നേഹിച്ച ഒരു മനുഷ്യ സ്നേഹി പ്രവാചകൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോയ എല്ലാ ആൾക്കാരും ആദരിക്കുകയും ശബരി മഠത്തിൽ നിന്ന് പോയ എല്ലാവരെയും ആദരിക്കുകയും ഏത് രാജ്യം എന്റെ മക്കൾ, ഈ ലോകത്തിലുള്ള സൂര്യൻ അസ്തമിക്കുന്ന, സൂര്യൻ ഭൂമിയിലുള്ള എന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച മാർപ്പാപ്പ തമ്മിൽ പോയതിൽ സങ്കടമുണ്ട്. പ്രണാമം. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, ലോകത്ത് വിപ്ലവകരമായ ഒട്ടേറെ തീരുമാനങ്ങൾ നടപ്പാക്കിയ, സഭയുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള യാഥാസ്ഥിക തീരുമാനങ്ങളെ പലപ്പോഴും മാറ്റിമറിച്ച ഒരു വിപ്ലവകാരി കൂടിയാണ് ഇന്നിപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തെ ഓർക്കുന്നത്? നമ്മള് കുറെ അധികം മാർപ്പാപ്പമാരെ കണ്ടിട്ടുള്ള ഒരു ലൈഫാണ് എൻ്റെത്. അതൊക്കെ ഞാനും അതിൻ്റെതായ രീതിയിലൊന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കി കഴിയുമ്പം ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള മാർപ്പാപ്പമാരിൽ ഏറ്റവും ജനകീയനായ ഒരു മാർപ്പാപ്പയായിരുന്നു അദ്ദേഹം. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചു. പാലസ്തീനിലെ ഒക്കെ മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെയും ചൂഷണം അനുഭവിക്കുന്നവർക്ക് വേണ്ടി സംസാരിച്ചു. ഈ ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഇപ്രാവശ്യത്തെ ഈസ്റ്റർ ഈ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ്. അദ്ദേഹം നിരായുധീകരണത്തിന് വേണ്ടി നിലകൊണ്ട ഒരാളാണ്. ആൾക്കാർ യുദ്ധം ചെയ്യുന്നതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല. മനുഷ്യൻ ചൂഷണം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഗോസ്പൽ പ്രവൃത്തി ചെയ്യുന്നതിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ജീസസ് ക്രൈസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. എന്ന് പറഞ്ഞാൽ അത്രയും ജനകീയനായിരുന്നു. അദ്ദേഹത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന്റെ വേർപാടെന്ന് പറയുന്നത് ഒരു സഭയ്ക്ക് മാത്രമല്ല, ജനങ്ങൾക്ക് മൊത്തം, ലോകത്തിന് മൊത്തം തീരാ നഷ്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ വാക്കുകൾ വ്യക്തമാണ്. അമേരിക്കയിൽ നിന്നും ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പയാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ ഈ മഹാനായ ഈ മനുഷ്യസ്നേഹിയെ ഈ സമയത്ത് ഓർക്കുന്നത്? ഞാൻ രാവിലെ വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മുടെ മാർപ്പാപ്പ കാലം ചെയ്തതായ വിവരം അറിഞ്ഞത്. എല്ലാവിധവും എൻ്റെ വളരെ ദുഃഖത്തോടുകൂടി അനുശോചനം രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ആ മാർപ്പാപ്പായ്ക്ക് സർവശക്തനായ ദൈവം പറുദീസ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. താങ്കൾ മാർപ്പാപ്പയെ അതുപോലെ തന്നെ നമ്മുടെ ഈ പരിശുദ്ധ പിതാവ് വിയോഗം ലോകത്തിന് തന്നെ ഏറ്റവും സങ്കടകരമായ ഒരു വേർപാടാണെന്നുള്ള കാര്യത്തിലും സംശയമൊന്നുമില്ല. താങ്കൾ മാർപ്പാപ്പയെ സന്ദർശിച്ചിട്ടുണ്ടോ?
ഞാൻ മാർപ്പാപ്പായെ സന്ദർശിച്ചിട്ടില്ല. എങ്കിലും മാർപ്പാപ്പായുടെ എല്ലാവിധമായിരിക്കുന്ന കാര്യങ്ങൾ ഈ TV ചാനലിൽ കൂടിയും TV കൂടിയും ഒക്കെ കാണുമ്പോൾ വളരെയധികം പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം പറയുന്നതായ ഓരോ കാര്യങ്ങളും ഞാൻ വിലമതിക്കുന്നതായ ഒരാളായിരുന്നു. ഞാൻ യാക്കോബായ സഭയിലെ ഒരു കോറപ്പിസ്കോപ്പ ആണ്, ചട്ടത്തിൽ അച്ഛൻ എന്ന് പറയും. ശരി, എന്തായാലും ഈ സമയത്ത് മാർപ്പാപ്പയെ അനുസ്മരിച്ച താങ്കൾക്ക് പ്രത്യേകമായ നന്ദി. അമേരിക്കയിൽ നിന്നാണ് അദ്ദേഹം മാർപ്പാപ്പയെ അനുസ്മരിച്ചത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകനിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അപ്പു ആണ് പത്തനാപുരത്തു നിന്ന്. ശ്രീ അപ്പു, താങ്കൾ എങ്ങനെയാണ് ഈ ഇപ്പോൾ അന്തരിച്ച ആ മഹാനായ മനുഷ്യസ്നേഹിയെ ഓർക്കുന്നത്? പാവങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അത് മാത്രമല്ല ആദരാഞ്ജലി. ശരി, ദരിദ്രർ, തൊഴിൽ രഹിതർ, ചൂഷിതർ തുടങ്ങിയവരോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കണം ഓരോ നാടിൻ്റെയും നിലവാരം അളക്കേണ്ടത്. ഇതായിരുന്നു മാർപ്പാപ്പയ്ക്ക്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഓരോ രാജ്യത്തെയും എങ്ങനെയാണ് പുരോഗതി എന്നതിനെ വിലയിരുത്തുന്നത്. ഏറ്റവും ദരിദ്രരായ മനുഷ്യരോട്, ഏറ്റവും തൊഴിൽരഹിതരായ മനുഷ്യരോട്, ചൂഷണങ്ങൾ നേരിടുന്ന മനുഷ്യരോട് എങ്ങനെയാണ് നിങ്ങളുടെ സമൂഹം പെരുമാറുന്നത്, അല്ലാതെ സമ്പന്നരോട് അല്ലെങ്കിൽ സമൂഹത്തിൽ ശേഷിയുള്ളവരോട് എന്ത് സൗകര്യം അവർ കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കി അല്ല ഒരു രാജ്യത്തെ, ഒരു നാടിനെ വിലയിരുത്തേണ്ടത് എന്ന് പറഞ്ഞ മാനവികനായ ഒരു പാപ്പയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. ശ്രീ സുനിലാണ്. ശ്രീ സുനിൽ, താങ്കൾക്ക് പാപ്പയെ ഓർക്കാം. ശ്രീ സുനിൽ പറഞ്ഞോളൂ. അതെ, മാനവരാശിക്ക് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. ലാളിത്യം മുഖം മുദ്രയാക്കിയ മാർപ്പാപ്പ വിടവാങ്ങിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നിയ വാർത്തയാണ്. അദ്ദേഹത്തിന്റെ തികച്ചും ലാളിത്യപരമായി ജീവിച്ച വ്യക്തി എന്ന നിലയിലാണ് മാർപ്പാപ്പ എന്നും എനിക്ക് പ്രിയങ്കരനായത്. ശരി, ശ്രീ ജോയി ആണ് കോഴിക്കോട് നിന്നും. ശ്രീ ജോയി, ഒട്ടേറെ തീരുമാനങ്ങൾ കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും ലോകത്തിൻ്റെ ആദരവും സ്നേഹവും ഒക്കെ പിടിച്ചു വാങ്ങിയ ഒരാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. താങ്കൾക്ക് അദ്ദേഹത്തിൻ്റെ ഏത് വിഷയത്തിലുള്ള തീരുമാനത്തിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ ആദ്യം താങ്കളുടെ മനസ്സിലേക്ക് വരുന്നത്? എന്ത് തീരുമാനമാണ്? ഗുഡ് ഈവനിങ് സാറേ. ഗുഡ് ഈവനിങ് സാറേ. നമ്മള് എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചില വാക്കുകൾ ഇന്ന് കേൾക്കാനിടയായി. സാറിന്റെ അവര് വത്തിക്കാനിൽ ചെന്നപ്പോൾ നമ്മുടെ മാർപ്പാപ്പ അവരോട് കാണിച്ച സ്നേഹവും അവരുടെ വാക്കുകളിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലായത് സാഹോദര്യവും മതസൗഹാർദ്ദവും കഷ്ടപ്പെടുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും മാറോട് ചേർത്ത് പിടിച്ച് എല്ലാവരെയും ഒരുപോലെ കണ്ട സ്നേഹത്തിന്റെ ഒരു നിറകുടമായ മഹാനായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ മാർപ്പാപ്പ. ആ മനുഷ്യനൊക്കെ ജീവിച്ചിരുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് നമുക്ക് ഇവിടെ അവരോടൊപ്പം ഈ ലോകത്ത് ജീവിക്കാൻ കിട്ടിയ ആ അവസരത്തിന് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മഹാനായ അദ്ദേഹത്തിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു സാർ. നന്ദി. ശരി, നമ്മൾ അല്പസമയം മുമ്പ് കണ്ട ദൃശ്യങ്ങൾ, ഗ്രേറ്റ തുൻബെർഗ് എന്ന് പറയുന്ന വിപ്ലവകാരിയായ ആ പെൺകുട്ടി ക്ലാസ് ബഹിഷ്കരിച്ചുകൊണ്ട് സമരം നടത്തി ലോകത്തെ യുദ്ധത്തിനെതിരെയൊക്കെ വലിയ മൂവ്മെന്റ് നടത്തിയ ഗ്രേറ്റ തുൻബെർഗിനുമായി പാപ്പ സംസാരിക്കുന്നതാണ്, കൈകൊടുത്ത് പിരിയുന്നതാണ്. എന്ത് ആത്മവിശ്വാസത്തോടു കൂടിയാണ് രണ്ടുപേരും അങ്ങനെ സംസാരിക്കുന്നതെന്ന് കൂടി ആ ദൃശ്യങ്ങൾ തന്നെ സന്തോഷം പകരുന്നത് കൂടിയാണ്. റോസ്മേരിയാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ റോസ്മേരി, താങ്കൾ എങ്ങനെയാണ് വിപ്ലവകരമായ ഒട്ടേറെ തീരുമാനങ്ങൾ സഭയിൽ നടപ്പാക്കിയ പാപ്പയെ ഓർക്കുന്നത്? ജാതി മത ഭേദമന്യേ എല്ലാവരെയും സ്നേഹിച്ച, ലോക നന്മയ്ക്കും സമാധാനത്തിനും വേണ്ടി യുദ്ധം ചെയ്ത മാർപ്പാപ്പയായിരുന്നു. അഗാധമായ ദുഃഖം രേഖപ്പെടുത്തിയാണ് അദ്ദേഹത്തിന്റെ ആത്മാവിന് എല്ലാവിധ ആദരാഞ്ജലികളും അർപ്പിക്കുന്നു. റോസ്മേരിയുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ലോക സമാധാനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത മാർപ്പാപ്പ എന്ന് പറയുന്നത്. അദ്ദേഹം നിരന്തരം
യുദ്ധത്തിലായിരുന്നു, യുദ്ധം ചെയ്യുന്നവർക്കെതിരായിട്ടുള്ള യുദ്ധത്തിലായിരുന്നു. നിരന്തരം പറഞ്ഞുകൊണ്ടേയിരുന്നത് നിങ്ങൾ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ പലായനം ചെയ്യേണ്ടി വന്ന ഒരു കുടുംബത്തിലെ പിന്മുറക്കാരന് പലായനം ചെയ്യേണ്ടി വരുന്ന ലോകത്തെ നിരാശ്രയരായ മനുഷ്യരുടെ വേദനയെക്കുറിച്ച് മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ആവണം അദ്ദേഹം നിരന്തരം യുദ്ധം അവസാനിപ്പിക്കാൻ എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടേയിരുന്നത്. അത്തരമൊരു പാപ്പയാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. നമുക്ക് ഈ അനുസ്മരണം തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഏതു നാടിനെയും അളക്കേണ്ടത് ആ നാട് ദരിദ്രരോട്, തൊഴിൽരഹിതരോട്, ചൂഷിതരോട് ഏതു തരത്തിലാണ് പെരുമാറുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാവണം എന്ന് നിലപാട് വ്യക്തമാക്കിയ മാർപ്പാപ്പ, മാനവികനായ വിപ്ലവകാരിയായ മാർപ്പാപ്പയെ മന്ത്രി റോഷി അഗസ്റ്റിൻ അനുസ്മരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ ആ വിപ്ലവകാരിയായ മാർപ്പാപ്പയെ ഓർക്കുന്നത്? ശ്രീ റോഷി അഗസ്റ്റിൻ, ഹലോ, കേൾക്കാമോ? താങ്കൾ എങ്ങനെയാണ് ഒട്ടേറെ വിപ്ലവകരമായ തീരുമാനങ്ങൾ നടപ്പാക്കുകയും ഒട്ടേറെ വിപ്ലവകരമായ കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്ത, ഉറക്കെ പറയുകയും ഒക്കെ ചെയ്ത ആ മഹാനായ മനുഷ്യസ്നേഹിയെ ഓർക്കുന്നത്? എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ലാളിത്യം കൊണ്ടും സഹജമായ സൗമ്യഭാവം കൊണ്ടും ജനഹൃദയങ്ങളെ കീഴടക്കിയ അതുല്യ സ്നേഹം നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ദീപ്ത സ്മരണകൾ സത്യത്തിൽ ഉള്ളു തിളയ്ക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകത്തിലെ എല്ലാ നേതൃത്വങ്ങൾക്കും ഉദാത്ത മാതൃകയായിരുന്നു പരിശുദ്ധ പിതാവ്. അധികാര കേന്ദ്രങ്ങളും എല്ലാവരും കണ്ടുപിടിക്കേണ്ട പാഠപുസ്തകമായി അദ്ദേഹം എക്കാലവും നിലകൊള്ളും. കേവലം വാക്കുകൊണ്ട് അടയാളപ്പെടുത്തുന്ന ഒന്നല്ല അദ്ദേഹത്തിന്റെ ആചാര്യ ശുശ്രൂഷ. ഒരു പുരുഷായുസ് മുഴുവൻ ദൈവവേലയ്ക്ക് സ്വയം സമർപ്പിക്കുകയും ആ ശുശ്രൂഷയിലേക്ക് അനേകായിരങ്ങളെ ആനയിക്കുകയും ചെയ്തതിന്റെ ആത്മസംതൃപ്തിയോടെയാണ് അദ്ദേഹം സ്വർഗീയനാകുന്നത്. തീർച്ചയായിട്ടും ഏത് പ്രതിസന്ധികളെയും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നർമ്മത്തോടുകൂടി നേരിടാനുള്ള കഴിവും പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. അനാരോഗ്യം മൂലം രാജിവെക്കുന്നു എന്ന വാർത്തകളോട് അദ്ദേഹം പ്രതികരിച്ചത് ഇതിന്റെ ഉദാഹരണമാണ്. കാൽമുട്ടുവേദനയും നടുവേദനയും മൂലം വിരമിക്കുകയാണോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് സദാവരണം ബുദ്ധിയും ഹൃദയവും കൊണ്ടുമാണ്, കാലുകൾ കൊണ്ടല്ല എന്നായിരുന്നു പിതാവിന്റെ മറുപടി. അതുപോലെ ഭാവിയിൽ ആത്മബലത്തോടെ എന്നതാണ് ഈ വർഷത്തെ അദ്ദേഹം നൽകിയ വിശേഷണം. ഗുരുതര രോഗാവസ്ഥയോട് മല്ലടിക്കുമ്പോഴും ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന നൽകുന്ന പ്രത്യാശയാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. ചെറിയ വേദനകളിലും സഹനങ്ങളിലും മനം മടുക്കുകയും ആവലാതിപ്പെടുകയും ജീവിതത്തിൽ കടുത്ത തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്നവർക്ക് അദ്ദേഹത്തിന്റെ അവസാന നാളുകളിലെ പോരാട്ടവും ഒരു വലിയ പാഠം നമുക്ക് നൽകുന്നു എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. തീർച്ചയായിട്ടും രോഗാവസ്ഥയിലായിരുന്നപ്പോഴും രാശിയിലെ ഇടവക വികാരിയോട് എല്ലാ ആഴ്ചയിലും അദ്ദേഹം നേരിട്ട് വിളിച്ച് സംസാരിച്ചിരുന്നു എന്നറിയുമ്പോൾ കർമ്മനിരതനായിരുന്ന അദ്ദേഹത്തിന്റെ പ്രവർത്തനം എത്രത്തോളം ശ്രദ്ധേയമായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. പാവപ്പെട്ടവരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും മതമോ ഭാഷയോ നോക്കാതെ താതാത്മ്യപ്പെടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അതേതര കാഴ്ചപ്പാടുകൾക്ക് അദ്ദേഹം നൽകിയ വലിയ സംഭാവനയായി കാണാൻ കഴിയും. തീർച്ചയായിട്ടും അത് നമ്മൾക്ക് നൽകുന്ന വലിയൊരു പാഠമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയോടും മലയാളികളോടും ഒക്കെയുള്ള പരിശുദ്ധ പിതാവിന്റെ സ്നേഹം പ്രത്യേകമായ ഓർമ്മകളിൽ നമ്മൾ എന്നും ചിന്തിപ്പിക്കാറുണ്ട്. കാരുണ്യത്തിന്റെ ആ മഹാപിതാവിന്റെ വേർപാടിൽ ലോകം കേഴുമ്പോൾ ആ വേദനയിൽ ഞാനും പങ്കുചേരുകയാണ്. ശരി, നന്ദി ശ്രീ റോഷി അഗസ്റ്റിൻ. പറഞ്ഞ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അധികാരികൾക്ക് എല്ലാ കാലത്തും മാതൃകയാവേണ്ട ഒരു ജീവിതമായിരുന്നു. ലോകത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സഭയുടെ ഇത്രയേറെ വലിയ അധികാരങ്ങളൊക്കെ ഉള്ള ഒരു സഭയുടെ അധിപനായിരിക്കുമ്പോഴും ലാളിത്യം ജീവിതത്തിൻ്റെ മുഖമുദ്രയായി കണ്ട, എപ്പോഴും നർമ്മത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു നേതാവ് എന്ന് പറയുമ്പോൾ മറ്റ് എല്ലാ നേതാക്കൾക്കും, എല്ലാ തട്ടിലെ നേതാക്കൾക്കും മാതൃകയാവുന്ന ഒരു ജീവിതം കൂടിയായിരുന്നു ശ്രീ ഫ്രാൻസിസ് മാർപ്പാപ്പയുടേത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിൽസൺ ആണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ വിൽസൺ, താങ്കൾ എങ്ങനെയാണ് മനുഷ്യസ്നേഹിയായ, മാനവികനായ, വിപ്ലവകാരിയായ ഈ പോപ്പിനെ ഓർക്കുന്നത്? സാർ, ഈ മാർപ്പാപ്പ ലോകസമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഇത്ര മഹാ വ്യക്തിയായിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ്. ഏതും ലാളിത്യത്തോടുകൂടി പ്രവർത്തിക്കാൻ, എന്ത് കാര്യത്തായാലും
ഏതു മനുഷ്യരോടും ലാളിത്യത്തോടു കൂടി പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു മഹാവ്യക്തിയായിരുന്നു മാർപ്പാപ്പ. മാർപ്പാപ്പയ്ക്ക് മനസ്സിലൊരു ചെറിയൊരു വിഷമം ഉള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പലപ്പോഴും അദ്ദേഹം ഇന്ത്യ രാജ്യത്തേക്ക് വന്ന് മാത്രമല്ല കേരളത്തിലേക്കും വരണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ മനുഷ്യ സ്നേഹിക്ക് അങ്ങനെ ഒരു അവസരം ലഭിക്കാതിരുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾക്ക് ഭയങ്കര വിഷമമുണ്ട്. ആ പിതാവിന് എല്ലാവിധത്തിലുള്ള ആദരാഞ്ജലി അർപ്പിക്കുന്നു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ സ്വർഗത്തില് ആ പിതാവ് ഇരിക്കുന്നുണ്ടാവും എന്നുള്ള കാര്യം ഞങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പാണ്. പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ട എല്ലാവരെയും അതുപോലെ തന്നെ പാവങ്ങളെയും സഹായിക്കാനായിട്ട് ഇത്രമാത്രം ഇൻട്രസ്റ്റ് എടുത്ത ഒരു മാർപ്പാപ്പ വേറെ ഉണ്ടായിട്ടില്ല. ദൈവം എല്ലാ വിധത്തിലുള്ള ആദരാഞ്ജലികളും പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജോസഫാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ ജോസഫ്, പലതരത്തിലും ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ ഒരു മനുഷ്യസ്നേഹിയാണ് കടന്നു പോകുന്നത്. ലോകത്തിന് മുന്നിൽ അതുവരെ ഉണ്ടായിരുന്ന യാഥാസ്ഥിക ബോധങ്ങൾക്ക് മേലെ വിപ്ലവകരമായ പല തീരുമാനങ്ങളും ആ സഭയെ കൊണ്ട് നടപ്പാക്കിച്ച ശേഷമാണ് അദ്ദേഹം കടന്നു പോകുന്നത്. സ്ത്രീകളുടെ കാൽ കഴുകി ചുംബിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലത്ത് ഓർക്കാൻ പോലും കഴിയാത്ത അത്തരം തീരുമാനങ്ങളടക്കം നടപ്പാക്കിയ ഒരു മനുഷ്യൻ. എങ്ങനെയാണ് താങ്കൾ അദ്ദേഹത്തിൻ്റെ ഈ വിപ്ലവകരമായ മാറ്റങ്ങളെ കാണുന്നത്? ഞാൻ കാണുന്നത് എത്ര പറഞ്ഞാലും മതിയാകുകയില്ല എന്നുള്ള കൂടിയാണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷെ അതിന് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം മറ്റു മതങ്ങളോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹം, മറ്റു മതങ്ങളെ കൂട്ടിച്ചേർക്കാനും മറ്റു മതങ്ങൾക്കുള്ള മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ മാതൃക, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വളരെ ലളിതമായ ജീവിതം, ഈ രണ്ട് കാര്യങ്ങളാണ് എന്നെ അദ്ദേഹത്തെ ഒരു പുണ്യവാനായി തന്നെ ചിത്രീകരിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത്. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. മഹാനായ ഒരു മനുഷ്യൻ, സാധാരണ മറ്റ് പോപ്പുമാരിൽ നിന്നെല്ലാം പലതരത്തിലും വ്യത്യസ്തനായ ഒരാൾ കൂടിയാണ് വിടവാങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ കടുത്ത യാഥാസ്ഥിക പാരമ്പര്യത്തിൽ നിൽക്കുകയും യാഥാസ്ഥികമായ നിലപാടുകളൊക്കെ ഉയർത്തിപ്പിടിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയാവുന്നതിന് മുമ്പ് അദ്ദേഹം. പിന്നീടാണ് അദ്ദേഹം അത്തരം നിലപാടുകളിൽ നിന്ന് മാനവികമായ ഒരു നിലപാടുകളിലേക്ക്, വലിയ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നപ്പോൾ അദ്ദേഹം വിപ്ലവകരമായ അത്തരം തീരുമാനങ്ങളിലേക്കൊക്കെ സ്ത്രീകളെ സിനഡിൽ ഉൾപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞാൽ, ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കാലത്ത് സഭയ്ക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല. അവിടെയാണ് സിനഡിലേക്ക് അദ്ദേഹം അത്തരമൊരു സ്ത്രീകൾക്ക് കൂടി തുല്യമായ പദവി നൽകണം, പൗരോഹിത്യത്തിലും തുല്യമായ പദവി നൽകണം എന്നതിൻ്റെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ ചരിത്രത്തിൽ എല്ലാ കാലത്തും, മനുഷ്യനുള്ള കാലത്തോളം ആ ചരിത്രത്തിലൊക്കെ രേഖപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ അത്തരം നിലപാടുകൾ. മുതലാളിത്ത നിലപാടുകൾക്കെതിരെ, മുതലാളിത്തത്തിൻ്റെ ഏറ്റവും നല്ല സമയത്ത് മുതലാളിത്തം അസമത്വം സൃഷ്ടിക്കുന്ന ഒന്നാണെന്നും ഏറ്റവും മോശം സമയത്ത് അത് കൊലയാളിയായി മാറും എന്നൊക്കെ തുറന്നു പറയുന്ന ഒരു മാർപ്പാപ്പ ലോകത്തിന് തന്നെ അത്ഭുതമായിരുന്നു. അങ്ങനെ ലോകത്തെ എല്ലാത്തരം രാജ്യങ്ങളെയും ദരിദ്രരെയും ഒക്കെ ചേർത്ത് പിടിച്ച, ക്രൈസ്തവരല്ലാത്തവരുടെ പോലും കാൽ പെസഹാവ്യാഴത്തിന് കഴുകി ചുംബിച്ച ഒരു മനുഷ്യൻ, എല്ലാ മതങ്ങൾക്കും അപ്പുറം മനുഷ്യനായി കണ്ട ഒരു പാപ്പയാണ് അപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജിൻസാണ്. ശ്രീ ജിൻസ്, താങ്കൾ എങ്ങനെയാണ് പാപ്പയെ ഓർക്കുന്നത്? എനിക്ക് പറയാനുള്ളത്, ഈ പാപ്പയുടെ പോലെ എല്ലാ വ്യക്തികളും, പാർട്ടിപരമായാലും മതപരമായാലും എല്ലാവരും ഇതിൽ മാതൃക സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. ശരി, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. മാതൃക സ്വീകരിക്കേണ്ട ഒരു ജീവിതമാണ് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹം മടങ്ങിപ്പോകുന്നത്. എല്ലാ കാലത്തും എല്ലാ തരത്തിലെ സഭാ മേധാവികൾക്ക് മാത്രമല്ല, എല്ലാത്തരം അധികാരികൾക്കും എങ്ങനെയായിരിക്കണം സാധാരണക്കാരായ മനുഷ്യരെ കാണേണ്ടത്, എങ്ങനെയാണ് ലോകത്തെ കാണേണ്ടത് എന്നതുകൂടി പറഞ്ഞിട്ടാണ് അദ്ദേഹം മടങ്ങുന്നത്. ശ്രീ സണ്ണിയാണ് എറണാകുളത്ത് നിന്നും. ശ്രീ സണ്ണി, താങ്കൾ എങ്ങനെയാണ് മാർപ്പാപ്പയെ അനുസ്മരിക്കുന്നത്? സാറേ, ഞാൻ മാർപ്പാപ്പ ആവുമ്പോ റോമിനുണ്ടായിരുന്നു. റോമിനുണ്ടായിരുന്നു അല്ലേ? 13 കൊല്ലം മുമ്പ്. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ കാണാനുള്ള ഒരു അവസരം താങ്കൾക്കുണ്ടായല്ലേ? കാണാൻ പറ്റുള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് അവിടെ പോയപ്പോ കറുത്ത പുക വന്നേ. ഈ പാപ്പയെ തെരഞ്ഞെടുക്കുന്ന ചടങ്ങിന് മുന്നോടിയായിട്ടുള്ളത് എനിക്ക് ടിവിയിൽ കാണാൻ പറ്റിയ, പിന്നെ മാർപ്പാപ്പനെ നേരിട്ട് കാണാനും പറ്റിയിട്ടുണ്ട്. ഉണ്ട്. അങ്ങനെ ഒരു സന്തോഷം. എന്റെ ആദരാഞ്ജലി അർപ്പിക്കണം. ശരി, ടിവിയിൽ വരുന്നില്ലല്ലോ, ഉണ്ടോ? ഓക്കെ, താങ്കളുടെ വാക്കുകൾ വളരെ വ്യക്തമാണ്. എന്തായാലും നമ്മളിന്ന് പതിവ് വിട്ട്
മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തരിക്കുമ്പോൾ, അങ്ങനെ ഒരു മനുഷ്യൻ വിടവാങ്ങുമ്പോൾ സ്വാഭാവികമായും ലോകത്തിന് തന്നെ മാനവികതയുടെ മഹാവെളിച്ചം പ്രകാശിപ്പിച്ചിട്ടാണ് മടങ്ങിപ്പോകുന്നത്. അങ്ങനെ ഒരാൾ മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തെ ഓർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത്രത്തോളം വിപ്ലവകരമായ തീരുമാനങ്ങൾ നടപ്പാക്കിയിട്ട് മടങ്ങിപ്പോവുകയാണ് അദ്ദേഹം. അത്രത്തോളം വലിയ മാനവികതയുടെ പ്രകാശമാണ് ലോകത്തിന് അദ്ദേഹം സംഭാവന ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി മാർപ്പാപ്പയ്ക്ക്, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരമർപ്പിക്കാൻ വേണ്ടി 1 മണിക്കൂർ സമയം നീക്കിവെച്ചത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി പതിവ് മറ്റു വിഷയങ്ങളുമായി.